അള്ളാഹുവിൻ്റെ ഖുർആനിലെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദുആയുണ്ട്. റബ്ബന എന്ന് തുടങ്ങുന്ന ദുആയാണ്. ഈ ദുആയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് ബറക്കത്ത് എന്ന് പറയുന്ന പ്രത്യേകത. നന്മ, നമ്മുടെ ജീവിതത്തിൽ നന്മ ലഭിക്കാൻ, നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ലഭിക്കാൻ. പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോ സഹോദരിമാർക്കുള്ളതാണ്. നിങ്ങളാണല്ലോ പാചകം ചെയ്യാനും അടുക്കളയിലും അധികമായിട്ട് പുരുഷന്മാരെക്കാൾ ചിലവഴിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ ദുആ ഞാൻ പറയാൻ പോകുന്ന രൂപത്തിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അള്ളാഹു വീട്ടിൽ എല്ലാവിധ ബറക്കത്തും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അമ്മായിയമ്മയ്ക്ക് സ്നേഹമില്ല, ഭർത്താവിന് സ്നേഹമില്ല, അല്ലെങ്കിൽ ആ വീട്ടിൽ എന്നൊന്നും ശകുനം നിറഞ്ഞതുപോലുള്ള ഒരു റാഹത്തില്ലാത്തൊരവസ്ഥയിലാണ് തോന്നുന്നത് എന്നൊക്കെയും വരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു വിഷമം പലരും പരാതിയായിട്ട് പറയാറുണ്ട്, പലരും വേദനകൾ അറിയിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ അതിനുള്ള ഒരു കാരണവും അതിൻ്റെ പരിഹാരമാർഗവും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ ജീവിച്ച് അതേ ഈമാനോടെ ഇസ്സത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള മഹത്തരമായ ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അടുക്കളയിൽ ഈ ദുആ പറഞ്ഞാൽ ബറക്കത്ത് ലഭിക്കും. വീട്ടിൽ ഈ ദുആ പറഞ്ഞാൽ ബറക്കത്ത് ലഭിക്കും. ജോലിയിൽ ഈ ദുആ പറഞ്ഞാൽ ആ ജോലിയിൽ ബറക്കത്ത് ലഭിക്കും. ഏതൊരു കാര്യത്തിനു മുമ്പും ഈ ദുആ പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബറക്കത്ത് അല്ലാഹു തആല നമുക്ക് തരും എന്നുള്ളതാണ്. അതിൻ്റെ ബറക്കത്ത് തരും, ഉറപ്പാണ്. ഏതാണ് ആ ദുആ നമുക്ക് പഠിക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലുള്ള ദുആയാണ്. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള ദുആയാണ്. ഈ ദുആ കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും ഒന്ന് മനസ്സിൽ കരുതിയേക്കാം, ഉസ്താദേ ഇതായിരുന്നു ദുആ, ഞങ്ങൾക്ക് അറിയുന്ന ദുആയാണല്ലോ, ഇത് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവർ. എന്നാൽ ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ എന്തു തൊട്ടാലും അതിൽ നന്മകൾ വന്നു ചേരുമെന്നുള്ളതാണ്. ഈ ദുആ പറഞ്ഞിട്ട് ഈ ദുആ ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്താലും, ജോലി ചെയ്യുമ്പോൾ, വീട്ടിൽ അടുക്കള പണി ചെയ്യുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ, അതുപോലെ അടിച്ച് വൃത്തിയാക്കുമ്പോൾ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, വസ്ത്രം അലക്കുമ്പോൾ, അതുപോലെ ഏതൊരു കാര്യം ചെയ്താലും ഈ ദുആ പറഞ്ഞിട്ട് ചെയ്താൽ ബറക്കത്ത് വന്നു ചേരാൻ കാരണമാകുന്ന അത്ഭുതത്തിൻ്റെ കലവറ നിറഞ്ഞ ദുആയാണ്. ഏത് ദുആ നമുക്ക് പഠിക്കാം. അള്ളാഹുവിൻ്റെ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള ദുആയാണ്. ഏതാണ് ആ ദുആ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒന്നുകൂടെ ചൊല്ലിക്കേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്താ അതിൻ്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ എല്ലാവിധ ഹസനയും നീ നൽകണേ അല്ലാ. ദുനിയാവിൽ എല്ലാവിധ ഹസനയും, എല്ലാവിധ നന്മയും, എല്ലാവിധ ഖൈറും, എല്ലാവിധ തിന്മകളിൽ നിന്നുള്ള കാവലും നീ നൽകണേ അല്ലാ. അതുമാത്രമല്ല, വഫിൽ ആഖിറതി ഹസന, ദുനിയാവിൽ മാത്രമല്ല ഹസന വേണ്ടത്, ദുനിയാവിൽ മാത്രമല്ല നന്മ വേണ്ടത്, ആഖിറത്തിലും നീ നന്മ നൽകണേ അല്ലാ. വഖിനാ അദാബന്നാർ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരു ദുആ കൂടിയാണിത്. ഈ ദുആ ഭക്ഷണ പാചകം ചെയ്യുന്ന സമയത്ത് സഹോദരിമാരൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും എന്നുള്ളതാണ്. കാരണം ആ ഭക്ഷണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താ? അള്ളാഹുലേക്ക് പറയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഹസന തരണേ അള്ളാഹ്. ഹസന എന്ന് പറയുന്നതിൽ ഒരർത്ഥം ആ ഹസനയിലുണ്ട് ബറക്കത്ത് എന്നുള്ളത്. ദുനിയാവിൽ ബറക്കത്താണ് ഏറ്റവും വലിയ ഹസന എന്ന് പറയുന്നത്. നമുക്ക് ബറക്കത്ത് വേണം, നമ്മുടെ പാചകത്തിൽ ബറക്കത്ത് വേണം, നമ്മുടെ ജോലിയിൽ ബറക്കത്ത് വേണം, നമ്മുടെ ആ ഒരു ഭക്ഷണത്തിൽ ബറക്കത്ത് വേണം, അല്ലേ? രുചികരമായ ഭക്ഷണമായി കിട്ടാൻ കഴിയും. അത് കാരണമായിട്ട് ഭർത്താവിനോടുള്ള സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയും.
അത് കാരണമായിട്ട് അമ്മായിയമ്മയോടുള്ള സ്നേഹം പിടിച്ചു എല്ലാം അതിനൊരു കാരണമായി മാറും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചൊല്ലൂലെ ജീവിതത്തിൽ എന്നെന്നും പ്രാവർത്തികമാക്കാൻ പറഞ്ഞുതരാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അമ്മായിയമ്മയ്ക്ക് സ്നേഹമില്ല, ഭർത്താവ് പരിഗണിക്കുന്നില്ല, ഇതിൻ്റെയൊക്കെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത് കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് കേട് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്, മഹത്തുക്കൾ പറയുന്നുണ്ട്. ഭക്ഷണത്തിൽ ബറക്കത്തില്ല എങ്കിൽ അവിടുത്തെ ഇൽഫത്ത് അല്ലാഹു എടുത്തു മാറ്റും, അവിടുത്തെ സ്നേഹം എടുത്തു മാറ്റും. ആ ദമ്പതികൾക്കിടയിലുള്ള, ആ കുടുംബ ബന്ധത്തിൻ്റെ ഇടയിലുള്ള സ്നേഹവും അവിടെ വിള്ളലുകൾ വരാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ. സ്നേഹം അല്ലാഹു തആല എടുത്ത് കളയും, അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ അത് മാറിക്കിട്ടാൻ ഒരു വഴിയാണ് എന്തു തുടങ്ങുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും ഈ ദുആഇനെ പിൻപറ്റുക എന്നുള്ളത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആഇനെ പിൻപറ്റുക. അതുപോലെ തന്നെ മറ്റൊരു അറിവ് ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരികയാണ്. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും അതിൻ്റെ ഔറാദുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചൊല്ലാനുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആയത്ത് 17 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഐശ്വര്യവർദ്ധനവുണ്ടാകുമെന്നുള്ളതാണ്. ബറക്കത്ത് അധികരിക്കും, അല്ലേ? എല്ലാവിധ ടെൻഷനുകളും മാറി നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതമായി മാറാൻ, എല്ലാവിധ ബറക്കത്ത് നമ്മിലേക്ക് വന്നു ചേരാൻ കാരണമാകും. എല്ലാ നിസ്കാര ശേഷവും 17 പ്രാവശ്യം ഈ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്ന് പറയുന്ന ഈ ദുആ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു പ്രിയപ്പെട്ടവരെ വീഡിയോയിലൂടെ? ഉപകാരപ്പെട്ടിട്ടില്ലേ വീഡിയോ? ഇൻഷാ അല്ലാഹ് കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുക. ഉപകാരപ്പെട്ടു എങ്കിൽ ഉസ്താദെ ഉപകാരപ്പെട്ടു എന്നറിയിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അടുക്കളയിൽ കയറുമ്പോൾ സഹോദരിമാരെ സംബന്ധിച്ച് കൂടുതൽ സമയം അടുക്കളയിൽ ചിലവഴിക്കുന്നവരാണ്. സഹോദരന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അത് ഹലാലായതാകണം. ഹലാലായ വരുമാനം കൊണ്ട് മേടിച്ചു കൊണ്ടുവന്ന ഒരു വസ്തു ഉണ്ടെങ്കിലേ വീട്ടിൽ അത് കാരണമായി ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. അത് പിന്നീട് ഒരു പാചകം ചെയ്യുമ്പോൾ ഇരട്ടി മധുരമാണ്, ബറക്കത്ത് അധികരിക്കും. ഒരു പാചകം ചെയ്യുന്ന സമയത്ത് ഈ ദുആ പറയുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ദുആ പറയുന്നു. ഏതായാലും ബറക്കത്താണ്, ഹസനയാണ്, നന്മയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൊണ്ടുവരൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപാട് വിഷമം, കൂടുതലും കടമാണ്. ഞാൻ നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനുകളിൽ ഏറ്റവും അധികം പ്രയാസങ്ങൾ അറിയിക്കുന്നത് കടമായിട്ടാണ്. സോ അതേ 10 ലക്ഷം കടമുണ്ട്, അതുപോലെ വീട് ലോണിലാണ്, ജപ്തിയുടെ വക്കിലാണ്, ആളുകൾ വീട്ടിലേക്ക് കയറി വരികയാണ്, കടം കൊടുക്കാനുള്ള പൈസ ചോദിച്ചിട്ട് ആളുകൾ വീട്ടിൽ കയറി ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം, ദുആ ചെയ്യണേ ഉസ്താദ് എന്ന് പറഞ്ഞ് വിഷമങ്ങൾ അറിയിച്ച 100 കണ്ണീരിൻ്റെ മനസ്സിൻ്റെ ഉടമകൾ കമൻറ്റ് സെക്ഷനുകളിലേക്ക് കടന്നു വരുന്നതായി. അല്ലാഹുവേ അവർക്ക് എല്ലാവർക്കും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും നീ കാവൽ നൽകണേ അല്ലാ. എല്ലാവിധ വേദനകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. കടമാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ കടം വീടാനുള്ള ഹലാലായ മാർഗം നീ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അവരുടെയൊക്കെയും ജീവിതങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പരിഹാരം നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ജോലികളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, വീട്ടിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഇണകളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, മക്കളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യത്തിലും ആയുസ്സിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, രോഗമില്ലാത്ത ശരീരം കൊടുക്കണേ അല്ലാ. എല്ലാവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ശിഫയാക്കണേ അല്ലാ. വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹുവേ ശമനവും ആശ്വാസവും കൊടുക്കണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. മുഴുവൻ കാര്യങ്ങളിലും കാവൽ നൽകണേ അല്ലാ. എല്ലാവിധ അപകടങ്ങളിലും നീ ഖൈർ നൽകണേ അല്ലാ. എല്ലാവിധ അപകടങ്ങളിലും നീ സംരക്ഷണം നൽകണേ അല്ലാ. റോഡിൽ ചതഞ്ഞരഞ്ഞുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈമാൻ സലാമത്തായുള്ള മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.